വെൽക്കം ബാക്ക് ടു ജോജെ കിച്ചൻ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഓണം സീരീസിന്റെ 5ാം ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ജോജെ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കുള്ള ഓലനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുമ്പളങ്ങയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ കൂട്ടിന് വേണ്ടിയിട്ട് ഒരല്പം പയർ വേവിച്ചിടും, വൻപയർ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാല്, ഒരു ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പയർ കുറച്ചധികം സമയം നന്നായിട്ട് കുതിർന്ന പയർ വേവിച്ചെടുക്കണം. അത് വെന്തലുത്ത് പോകരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പയർ ഒരു ചട്ടിക്കലത്തിനകത്തേക്ക് ഇട്ടിട്ട്, ഞാനിതൊരു 4 to 5 hours കുതിർത്ത് വെച്ചിരുന്നതാണ്. അതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ കുമ്പളങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു ഗ്ലാസ് 2ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇവിടെ ഞാനൊരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് പോകണ്ട. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഒത്തിരി വെന്തലുത്ത് പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 3/4 കപ്പ് തൽപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ചട്ടി ആയതുകൊണ്ട് പിന്നെ അങ്ങ് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓലൻ്റെ പണി. കറി റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അതാണ് അതിൻ്റെ കറിയുടെ ഒരു ടേസ്റ്റ് സീക്രട്ട്. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂടി വയ്ക്കുക. പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനൊന്ന് മൂടി വയ്ക്കാം ഒരു 5 മിനിറ്റ്. നമ്മുടെ ഓലനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയും കൂടിയാണ്. ഓണത്തിന് എല്ലാവരും ഓലനും കൂടി ഉൾപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. Till then, bye bye. Thank you.